നമസ്കാരം. 2024 കറണ്ട് അഫയേഴ്സ് സീരീസിൽ ഇന്നു മുതൽ നമ്മൾ ഫെബ്രുവരി മാസത്തിലെ കറണ്ട് അഫയേഴ്സാണ് പഠിക്കാനായിട്ട് തുടങ്ങുന്നത്. 3 ക്ലാസ്സുകൾ കൊണ്ടായിരിക്കും നമ്മൾ ഈ ഭാഗം പൂർത്തിയാക്കുന്നത്. ഇന്നത്തെ ക്ലാസ്സിൽ വളരെ പ്രധാനപ്പെട്ട പോയിന്റുകളാണ് പറയുന്നത്. അതെല്ലാം നന്നായിട്ട് പഠിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അതുപോലെ നേരത്തെ പല കാര്യങ്ങളും 2 ക്ലാസ്സുകളിലായിട്ട് ജനുവരി മാസത്തിലെ കറണ്ട് അഫയേഴ്സ് പഠിച്ചായിരുന്നു. അതെല്ലാം നിങ്ങൾ പഠിക്കുന്നുണ്ട്, റിവൈസ് ചെയ്യുന്നുണ്ടെന്ന് കരുതുന്നു. ഏതായാലും നമുക്ക് ക്ലാസ്സിനകത്തോട്ട് വരാം. ഞാൻ അജിത് സുമേരു. ഏവർക്കും ആസ്ഥ അക്കാഡമിയിലേക്ക് സ്വാഗതം. ശരി, അപ്പോൾ നമുക്ക് 2024 ഫെബ്രുവരി മാസത്തിലെ കറണ്ട് അഫയേഴ്സിലെ ആദ്യത്തെ പോയിന്റിലോട്ട് വരാം. 2024 ജനുവരി മാസത്തിലെ കറണ്ട് അഫയേഴ്സ് പഠിക്കാൻ തുടങ്ങിയപ്പോൾ നമ്മൾ പറഞ്ഞ ഒരു കാര്യമുണ്ട്. 2024 നവംബർ ആകുമ്പോഴേക്കും സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരത നേടുന്ന ആദ്യത്തെ ഇന്ത്യൻ സംസ്ഥാനമായി മാറുന്നതിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പിലാണ് കേരളമെന്ന് പറഞ്ഞു, അല്ലേ? അതിൻ്റെ ഭാഗമായിട്ട് ഒരുപാട് പ്രചരണ പരിപാടികൾ കേരള സർക്കാർ സംഘടിപ്പിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. അതുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യത്തിലോട്ട് നമുക്ക് വരാം. ആദ്യമായിട്ട് സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരത കൈവരിച്ച കേരളത്തിലെ നിയമസഭാ മണ്ഡലം ഏതാണ്? ആദ്യമായിട്ട് 100% സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരത കൈവരിച്ച കേരളത്തിലെ ആദ്യത്തെ നിയമസഭാ മണ്ഡലം ഏതെന്ന് ചോദിച്ചാൽ അത് കണ്ണൂർ ജില്ലയിലെ തളിപ്പറമ്പ് മണ്ഡലമാണ്. ഏതാണ്? കണ്ണൂർ ജില്ലയിലെ തളിപ്പറമ്പ് മണ്ഡലം. കഴിഞ്ഞ ക്ലാസ്സിൽ വേറൊരു കാര്യം നമ്മൾ പഠിച്ചായിരുന്നു. ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരത നഗരസഭ മുനിസിപ്പാലിറ്റി ഏതെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഏതാണത്? കൊട്ടാരക്കര മുനിസിപ്പാലിറ്റിയാണ്, അല്ലേ? കൊല്ലം ജില്ലയിലെ കൊട്ടാരക്കര മുനിസിപ്പാലിറ്റി. അപ്പോൾ ആ 2 പോയിന്റും പരീക്ഷയ്ക്ക് ചോദിക്കാൻ കൊള്ളാവുന്നതാണ്. 2024 കറണ്ട് അഫയേഴ്സിൽ പെടുന്നതാണ്, പഠിച്ചു വെച്ചോണം. ഇനി അത് കഴിഞ്ഞിട്ട് മറ്റൊരു ഭാഗത്തോട്ട് വരാം. 2023 കറണ്ട് അഫയേഴ്സ് പഠിച്ച സമയത്ത് നമ്മൾ പഠിച്ചിട്ടുണ്ട്, വിദ്യാർത്ഥികളുടെ പരാതി പരിഹാരത്തിനായിട്ട് ഓംബുഡ്സ്മാനെ നിയമിച്ച കേരളത്തിലെ ആദ്യത്തെ സർവകലാശാല ഏതെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. കേരള സാങ്കേതിക സർവകലാശാല, അല്ലേ? APJ അബ്ദുൽ കലാം കേരള സാങ്കേതിക സർവകലാശാലയാണ് വിദ്യാർത്ഥികളുടെ പരാതി പരിഹാരത്തിനായിട്ട് ആദ്യമായിട്ട് കേരളത്തിൽ എന്തിനെ നിയമിച്ചത്? ഓംബുഡ്സ്മാനെ നിയമിച്ചത്. കേരള സാങ്കേതിക സർവകലാശാല 2024 ഫെബ്രുവരിയിൽ ഓംബുഡ്സ്മാനെ നിയമിച്ചു. 2024 ഫെബ്രുവരിയിൽ കേരള സാങ്കേതിക സർവകലാശാലയുടെ ഓംബുഡ്സ്മാനായി നിയമിക്കപ്പെട്ടത് ആരെ എന്ന് ചോദിച്ചാൽ അത് ഡോക്ടർ ധർമ്മരാജ് അഡാട്ടാണ്. അപ്പോൾ 2 പോയിന്റുകളാണ് പറഞ്ഞത്. കേരളത്തിൽ ആദ്യമായി വിദ്യാർത്ഥികളുടെ പരാതി പരിഹാരത്തിനായി ഓംബുഡ്സ്മാനെ നിയമിച്ച ആദ്യ സർവകലാശാലയാണ് കേരള സാങ്കേതിക സർവകലാശാല. ഒന്ന്. ഇനി അത് കഴിഞ്ഞിട്ട് കേരള സാങ്കേതിക സർവകലാശാലയുടെ ഓംബുഡ്സ്മാനായിട്ട് 2024 ഫെബ്രുവരിയിൽ നിയമിതനായത് ആരെന്ന് ചോദിച്ചാൽ ഡോക്ടർ ധർമ്മരാജ് അഡാട്ടാണ്. ഇത് തിരിച്ചും ചോദിക്കാം, ഡോക്ടർ ധർമ്മരാജ് അഡാട്ട് ഏത് സർവകലാശാലയുടെ ഓംബുഡ്സ്മാനായിട്ടാണ് നിയമിക്കപ്പെട്ടതെന്നും ചോദിക്കാം. കേരള സാങ്കേതിക സർവകലാശാല. അപ്പോൾ അത് ശ്രദ്ധിച്ചു വയ്ക്കണം. ഇതുപോലെ 2023 സർവകലാശാലയുമായി ബന്ധപ്പെട്ട് മറ്റ് ചില കാര്യങ്ങൾ കൂടി നമ്മൾ പഠിച്ചിട്ടുണ്ട്. കേരളത്തിൽ ആദ്യമായിട്ട് ആർത്തവ അവധി പ്രഖ്യാപിച്ച സർവകലാശാലയാണ് കൊച്ചിൻ ശാസ്ത്ര സാങ്കേതിക സർവകലാശാല അഥവാ കുസാറ്റ് എന്ന് പഠിച്ചിട്ടുണ്ട്. പരീക്ഷയ്ക്ക് ചോദിച്ച ഒരു ചോദ്യം കൂടിയാണ്, നിങ്ങളുടെ ശ്രദ്ധയിൽ വേണം. അതുപോലെ വേറൊരു കാര്യം നമ്മൾ പഠിച്ചിട്ടുണ്ട്. രക്തദാനത്തിന് കേരളത്തിൽ ആദ്യമായിട്ട് ഒരു സർവകലാശാല അവധിയും അറ്റൻഡൻസും പ്രഖ്യാപിച്ചു. രക്തദാനം ചെയ്യുന്ന വിദ്യാർത്ഥികൾക്ക് കേരളത്തിലെ ഒരു സർവകലാശാല ആദ്യമായിട്ട് അവധിയും അറ്റൻഡൻസും പ്രഖ്യാപിച്ചു. അത് ഏത് സർവകലാശാലയാണ് എന്നുള്ളത് നല്ല ചോദ്യമാണ്. നേരത്തെ നമ്മൾ പഠിച്ചിട്ടുണ്ട്, കേരള സർവകലാശാലയാണ്. ഏതാണ്? കേരള സർവകലാശാലയാണ്. അതുപോലെ തന്നെ നമ്മൾ 2024 ജനുവരി കറണ്ട് അഫയേഴ്സിൽ പഠിച്ചതാണ്, ഇന്ത്യയിൽ ആദ്യമായിട്ട് ഒരു സർവകലാശാല
AI പ്രോസസ്സർ വികസിപ്പിച്ചു. ഇന്ത്യയിൽ ആദ്യമായിട്ട് ഒരു സർവകലാശാല AI പ്രോസസ്സർ വികസിപ്പിച്ചു. ഏത് സർവകലാശാല? നമ്മൾ പഠിച്ചിട്ടുണ്ട്, കേരള ഡിജിറ്റൽ സർവകലാശാല. ഏതാണ്? കേരള ഡിജിറ്റൽ സർവകലാശാല അല്ലേ? ആ AI പ്രോസസ്സറിൻ്റെ പേര് നമ്മൾ പഠിച്ചതാണ്, ഓർക്കുന്നുണ്ടോ? കൈരളി എന്നാണ് പേര്. എന്താണ്? കൈരളി. അപ്പോൾ അത് ഓർത്ത് വയ്ക്കുക. AI പ്രോസസ്സർ കൈരളി വികസിപ്പിച്ച സർവകലാശാലയാണ് ഡിജിറ്റൽ സർവകലാശാല. ഇനി അത് കഴിഞ്ഞിട്ട് കേരളത്തിൽ ആദ്യമായിട്ട് ക്യാമ്പസ് ഇൻഡസ്ട്രിയൽ പാർക്ക് നിലവിൽ വന്നത് എവിടെയാണ്? കേരളത്തിൽ ആദ്യമായിട്ട് ക്യാമ്പസ് ഇൻഡസ്ട്രിയൽ പാർക്ക് നിലവിൽ വന്നത് എവിടെയാണ് എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ അതിൻ്റെ പ്രാധാന്യം നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? നമ്മുടെ കുട്ടികളൊക്കെ പഠിക്കുന്നുണ്ട്, നല്ല വിദ്യാഭ്യാസം നേടുന്നുണ്ട്, പക്ഷേ തൊഴിൽ ലഭിക്കുന്നില്ല എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട പ്രശ്നമായി നിൽക്കുന്നത്. അപ്പോൾ പഠനം അതോടൊപ്പം തന്നെ തൊഴിലിലോട്ടും തിരിയുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സംരംഭം എന്നുള്ള നിലയിലാണ് കേരളത്തിലെ ആദ്യത്തെ ക്യാമ്പസ് ഇൻഡസ്ട്രിയൽ പാർക്ക് സ്ഥാപിച്ചത്. അതെവിടെയാണ് സ്ഥാപിച്ചതെന്ന് ചോദിച്ചാൽ കൊട്ടാരക്കരയിലാണ്. കേരള സർക്കാരിൻ്റെ കീഴിൽ പ്രവർത്തിപ്പിക്കുന്ന ഒരു വിദ്യാഭ്യാസ സ്ഥാപനമുണ്ട്, IHRD. IHRDയുടെ കൊട്ടാരക്കരയിലെ എഞ്ചിനീയറിംഗ് കോളേജിലാണ് കേരളത്തിലെ ആദ്യത്തെ ക്യാമ്പസ് ഇൻഡസ്ട്രിയൽ പാർക്ക് വന്നത്. കേരളത്തിലെ ആദ്യത്തെ ക്യാമ്പസ് ഇൻഡസ്ട്രിയൽ പാർക്ക് വന്നത് എവിടെയാണ്? കൊട്ടാരക്കര IHRDയുടെ എഞ്ചിനീയറിംഗ് കോളേജിലാണ്. ഞാൻ പറഞ്ഞു, IHRD എന്ന് പറയുന്നത് കേരള സർക്കാരിൻ്റെ കീഴിൽ വരുന്ന ഒരു വിദ്യാഭ്യാസ സ്ഥാപനമാണ്. അതേസമയം പരീക്ഷയ്ക്ക് ഇങ്ങനെ ചോദിച്ചാലോ, ആദ്യമായിട്ട് ക്യാമ്പസ് ഇൻഡസ്ട്രിയൽ പാർക്ക് ആരംഭിച്ച സർക്കാർ ഇതര സ്ഥാപനം ഏതാണ്? ആദ്യമായിട്ട് ക്യാമ്പസ് ഇൻഡസ്ട്രിയൽ പാർക്ക് ആരംഭിച്ച സർക്കാർ ഇതര സ്ഥാപനം ഏതാണ് എന്ന് ചോദിച്ചാൽ മൂവാറ്റുപുഴയിലുള്ള ഇലാഹിയ കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ആണ്. മൂവാറ്റുപുഴയിലുള്ള ഇലാഹിയ കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജിയാണ് സർക്കാർ ഇതര ക്യാമ്പസ് ഇൻഡസ്ട്രിയൽ പാർക്ക്. അതേസമയം കേരളത്തിലെ ആദ്യത്തെ ക്യാമ്പസ് ഇൻഡസ്ട്രിയൽ പാർക്ക് ആരംഭിച്ചത് എവിടെയെന്ന് ചോദിച്ചാൽ കൊട്ടാരക്കരയിൽ IHRDയിലാണ്. ഓർക്കുക, കൊട്ടാരക്കര IHRD എഞ്ചിനീയറിംഗ് കോളേജിലാണ്. ഇനി അത് കഴിഞ്ഞിട്ട് സർവകലാശാലയുടെ കാര്യം പറയുമ്പോൾ ഒരു സർവകലാശാലയുടെ ആസ്ഥാന മന്ദിരത്തിന് ഈ അടുത്ത കാലത്ത് ഡോക്ടർ BR അംബേദ്കറിൻ്റെ പേര് നൽകുകയുണ്ടായി. കേരളത്തിലെ ഒരു സർവകലാശാലയുടെ ആസ്ഥാന മന്ദിരത്തിന് 2024 ഫെബ്രുവരിയിൽ ആരുടെ പേര് നൽകി? ഡോക്ടർ BR അംബേദ്കറിൻ്റെ പേര് നൽകി. അത് ഏത് സർവകലാശാലയുടെ ആസ്ഥാന മന്ദിരത്തിനാണ് നൽകിയത് എന്ന് ചോദിക്കും. അത് കേരളത്തിലെ കേന്ദ്ര സർവകലാശാലയുടെ ആസ്ഥാന മന്ദിരത്തിനാണ്. അതായത് കാസർഗോഡ് കേന്ദ്ര സർവകലാശാലയുടെ ആസ്ഥാന മന്ദിരത്തിന് നൽകിയിരിക്കുന്നത് ആരുടെ പേരാണ്? ഡോക്ടർ BR അംബേദ്കർ എന്ന പേരാണ്. അതായത് ഡോക്ടർ BR അംബേദ്കറിൻ്റെ പേരിലാണ് ആ ആസ്ഥാന മന്ദിരം അറിയപ്പെടുന്നത്. നമ്മൾ പറഞ്ഞു കേരള സാങ്കേതിക സർവകലാശാല. കേരള സാങ്കേതിക സർവകലാശാലയ്ക്ക് ആരുടെ പേരാണ് നൽകിയിരിക്കുന്നത്? APJ അബ്ദുൽ കലാമിൻ്റെ പേരാണ് നൽകിയിരിക്കുന്നത്. അപ്പോൾ അത് ശ്രദ്ധിച്ച് വയ്ക്കുക. ഇനി അത് കഴിഞ്ഞിട്ട് നമുക്കറിയാം, ഇപ്പോൾ നല്ല ചൂടാണ് അല്ലേ? ജനുവരി ഫെബ്രുവരി മുതൽ ഈ പറഞ്ഞ വേനൽക്കാലത്തിൻ്റെ തുടക്കമായി നല്ല ചൂടാണ്. അപ്പോൾ സാധാരണഗതിയിൽ നമ്മുടെ സ്കൂളുകളിൽ പഠിക്കുന്ന കുട്ടികളിൽ ക്ഷീണവും അതുപോലെ തന്നെ മറ്റു പ്രശ്നങ്ങളുമൊക്കെ ഉണ്ടാവും. അപ്പോൾ അത് പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ വിദ്യാഭ്യാസ വകുപ്പ് ഏർപ്പെടുത്തിയിട്ടുള്ള ഒരു പദ്ധതിയായിരുന്നു ഏത്? വാട്ടർ ബെല്ല് അല്ലേ? അപ്പോൾ വേനൽ വരുന്നു, വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ക്ഷീണവും അലസതയൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്, നിർജ്ജലീകരണമൊക്കെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അത് ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ട് കേരള വിദ്യാഭ്യാസ വകുപ്പ് ആരംഭിച്ച ഒരു പരിപാടിയാണ് വാട്ടർ ബെല്ല്. രാവിലെയും ഉച്ചയ്ക്കുമൊക്കെ പ്രത്യേക സമയത്ത് ബെല്ലടിക്കുന്നു. ആ സമയത്ത് കുട്ടികൾക്ക് വെള്ളം കുടിക്കുന്നതിനുള്ള അവസരവും പ്രോത്സാഹനവും ഒക്കെ നൽകുന്നു. അതാണ് ഏത് പദ്ധതി? വാട്ടർ ബെല്ല്. ഒന്ന് ശ്രദ്ധിച്ച് വച്ചേക്കുക. ഇനി അത് കഴിഞ്ഞിട്ട് വേറൊരു ഭാഗത്തോട്ട് വരാം. ഗഗൻയാൻ എന്ന് പറയുന്ന ദൗത്യം അല്ലേ? ഇന്ത്യയുടെ ഏറ്റവും അഭിമാനകരമായിട്ടുള്ള ദൗത്യങ്ങളിൽ ഒന്നായി മാറാൻ പോകുന്ന ദൗത്യമാണ് ഗഗൻയാൻ അല്ലേ? ISROയുടെ കീഴിലാണ് ഗഗൻയാൻ പദ്ധതി അല്ലെങ്കിൽ ദൗത്യം വരുന്നത്. മനുഷ്യനെ ബഹിരാകാശത്തോട്ട് അയക്കുക, സുരക്ഷിതമായിട്ട് തിരിച്ച് എന്ത് ചെയ്യുക? കൊണ്ടുവരിക. ഇതാണ് ഗഗൻയാൻ ദൗത്യം അല്ലേ? മനുഷ്യനെ എവിടോട്ട് അയക്കുക? ബഹിരാകാശത്തോട്ട് അയച്ച് സുരക്ഷിതമായിട്ട് തിരിച്ചെത്തിക്കുക എന്നുള്ളതാണ് ഗഗൻയാൻ ദൗത്യം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. 2025 കൂടി ഈ പദ്ധതി നടപ്പിലാകും എന്നാണ് വിചാരിക്കുന്നത്. എന്തായാലും ആ ഗഗൻയാൻ പദ്ധതിയുടെ ഭാഗമായിട്ട്, അതായത് ബഹിരാകാശത്തോട്ട് അയക്കുന്നതിനായിട്ട് 4 പേരെ ഇപ്പോൾ തിരഞ്ഞെടുത്തിട്ടുണ്ട്. 4 പേരെ.
അതിൽ ഒരാൾ മലയാളിയാണ് എന്നുള്ളത് നമുക്കൊക്കെ അഭിമാനമുണ്ടാക്കുന്ന കാര്യമാണ്. ഒരാൾ മലയാളിയാണ്. അപ്പോൾ ആ മലയാളി ആരാണ്? ISROയുടെ ഗഗൻയാൻ ദൗത്യത്തിൽ ഉൾപ്പെട്ടിട്ടുള്ള മലയാളി ആരെന്ന് ചോദിച്ചാൽ പ്രശാന്ത് ബാലകൃഷ്ണൻ നായരാണ്. പ്രശാന്ത് ബാലകൃഷ്ണൻ നായരാണ്. നമ്മുടെ ഒരു സിനിമാ നടിയുണ്ട് ലെന, അറിയാമോ? ലെന വിവാഹം കഴിച്ചിരിക്കുന്നത് പ്രശാന്ത് ബാലകൃഷ്ണൻ നായരെയാണ്. അപ്പോൾ ISROയുടെ ഏതാണ് ഗഗൻയാൻ ദൗത്യത്തിൽ ഉൾപ്പെട്ടിട്ടുള്ള മലയാളി ആരെന്ന് ചോദിച്ചാൽ പ്രശാന്ത് ബാലകൃഷ്ണൻ നായരാണ്. 4 പേരുണ്ട്. അതിൽ ബാക്കി 3 പേരുടെ പേരൊന്ന് ശ്രദ്ധിച്ചു വെച്ചേക്കുക. അജിത് കൃഷ്ണൻ, വേറൊരു പേര് അജിത് കൃഷ്ണൻ, മലയാളിയല്ല. അങ്കദ് പ്രതാപ് വേറൊരാള്. ശുഭാൻഷു ശുക്ല വേറൊരാള്. അപ്പോൾ അതിൽ 4 പേരെ തിരഞ്ഞെടുത്തു. അതിൽ മലയാളി ആരാണ്? പ്രശാന്ത് ബാലകൃഷ്ണൻ. ശ്രദ്ധിച്ചു വയ്ക്കുക, ഷുവർ ക്വസ്റ്റ്യൻ ആണ്, ഉറപ്പായും പരീക്ഷയ്ക്ക് ചോദിക്കും. ഇനി അത് കഴിഞ്ഞിട്ട് അതുപോലെ വളരെ പ്രാധാന്യമുള്ള ഒരു പോയിൻ്റാണ്, കേരള ബാങ്കിൻ്റെ CEO ആയിട്ട് നിയമിക്കപ്പെട്ടത് ആരാണ്? 2024 ഫെബ്രുവരിയിൽ കേരള ബാങ്കിൻ്റെ CEO ആയിട്ട്, ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ആയിട്ട് നിയമിച്ചത് ആരെയാണ്? അല്ലേ, മന്ത്രിസഭ ആ നിയമനത്തിന് അംഗീകാരം കൊടുത്തു. ആരെയാണ് നിയമിച്ചത് എന്ന് ചോദിച്ചാൽ ജോർട്ടി എം ചാക്കോ. വളരെ പ്രധാനപ്പെട്ട ഒരു പോയിൻ്റാണ്, ഒരു ചോദ്യമാണ്. കേരള ബാങ്കിൻ്റെ CEO ആയിട്ട് 2024 ഫെബ്രുവരിയിൽ നിയമിക്കപ്പെട്ട ആരെന്ന് ചോദിച്ചാൽ ജോർട്ടി എം ചാക്കോയാണ്. അപ്പോൾ അത് ശ്രദ്ധിച്ച് വായിക്കണം. ഇനി അത് കഴിഞ്ഞിട്ട് നമുക്കറിയാം, നിലവിൽ 16ാമത് ധനകാര്യ കമ്മീഷനാണ്, അല്ലേ? കേന്ദ്ര ധനകാര്യ കമ്മീഷൻ 16ാമത് ധനകാര്യ കമ്മീഷനാണ് നിലവിലുള്ളതെന്നറിയാം. 16ാമത് ധനകാര്യ കമ്മീഷൻ്റെ അധ്യക്ഷനായിട്ട് അരവിന്ദ് പനഗരിയെയാണ് നിയമിച്ചിട്ടുള്ളതെന്നും അറിയാം, നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. 16ാം ധനകാര്യ കമ്മീഷൻ്റെ അധ്യക്ഷൻ ആരാണ്? അരവിന്ദ് പനഗരിയാണ്, അല്ലേ? അരവിന്ദ് പനഗരി അധ്യക്ഷനായിട്ടുള്ള ധനകാര്യ കമ്മീഷനിൽ അംഗമായി നിയമിക്കപ്പെട്ട മലയാളി ആര്? ഈ അടുത്ത കാലത്ത് ആ പറഞ്ഞ ധനകാര്യ കമ്മീഷനിൽ അംഗമായി നിയമിക്കപ്പെട്ട മലയാളി ആരെന്ന് ചോദിച്ചാൽ ആരാണ്? ആനി ജോർജ് മാത്യു ആണ്. ആരാണ്? ആനി ജോർജ് മാത്യു. അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചു വയ്ക്കണം, വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ്. ഇനി അത് കഴിഞ്ഞിട്ട് വേറൊരു ഭാഗത്തോട്ട് വരാം. വയനാട്ടിൽ നിന്ന് ഈ അടുത്ത കാലത്തായിട്ട് പുതിയ ഇനത്തിലുള്ള ഒരു ഫംഗസിനെ കണ്ടെത്തുകയുണ്ടായി. വയനാട്ടിൽ നിന്ന് ഈ അടുത്ത കാലത്തായിട്ട് പുതിയ ഇനത്തിലുള്ള ഫംഗസ് എന്ന് പറഞ്ഞാൽ പൂപ്പ്, അല്ലേ? സസ്യവിഭാഗത്തിലുള്ള ഒരു ജീവിയാണ് ഏത്? ഫംഗസ്. അപ്പോൾ വയനാട്ടിൽ എവിടെ നിന്നാണെന്നറിയാമോ? നമ്മുടെ ബാണാസുര സാഗർ ഡാമിൻ്റെ പരിസര പ്രദേശങ്ങളിൽ നിന്നായിട്ടാണ് ഈ പറഞ്ഞ പുതിയ ഇനത്തിലുള്ള ഫംഗസിനെ കണ്ടെത്തിയത്. പടിഞ്ഞാറത്തറ ഡാം എന്ന് പറയും, അല്ലെ? ഒരു എർത്ത് ഡാമാണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. പടിഞ്ഞാറത്തറ ഡാം അല്ലെങ്കിൽ ബാണാസുര സാഗർ ഡാം. പടിഞ്ഞാറത്തറ എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ ബാണാസുര സാഗർ ഡാം ഉള്ളത്. അപ്പോൾ അതിൻ്റെ പരിസരത്തു നിന്നായിട്ട് പുതിയ ഇനത്തിലുള്ള ഒരു ഫംഗസിനെ ഈ അടുത്ത കാലത്ത് ഗവേഷകർ കണ്ടെത്തി. ആ ഫംഗസിൻ്റെ പേരെന്ത്? ആ ഫംഗസിന് കൊടുത്തിരിക്കുന്ന പേരെന്ത് എന്നാണ്? ഗോംബസ് സാമൂരിനോറം. ഗോംബസ് സാമൂരിനോറം. അപ്പോൾ എവിടെ നിന്നാണ് ഇത് കണ്ടെത്തിയത്? ബാണാസുര സാഗർ ഡാമിൻ്റെ പരിസര പ്രദേശത്ത് നിന്നാണ്. ബാണാസുര സാഗർ ഡാം എവിടെയാണ് എന്നും ചോദിച്ചിട്ടുണ്ട്. അതൊരു എർത്ത് ഡാമാണ്. എവിടെയാണെന്നും പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. വയനാട്ടിലാണ്. വയനാട്ടിൽ പടിഞ്ഞാറത്തറ എന്ന് പറയുന്ന സ്ഥലത്താണ്. അപ്പോൾ അത് ശ്രദ്ധിച്ചു വയ്ക്കണം. അവിടെ നിന്ന് കണ്ടെത്തിയ പുതിയ ഇനത്തുള്ള ഫംഗസ് ഏതാണ്? ഗോംബസ് സാമൂരിനോറം. സാമൂരി, അല്ലേ? നമുക്കറിയാം, കോഴിക്കോട് രാജവംശം ഭരിച്ചിരുന്ന ഭരണാധികാരികളെ സാമൂതിരി എന്നാണ് വിളിച്ചിരുന്നത്. കോഴിക്കോട് സാമൂതിരി കോളേജ് ഉണ്ട്. ആ സാമൂതിരി കോളേജിലെ ഗവേഷകരാണ് ഈ പുതിയ ഇനത്തിലുള്ള ഫംഗസിനെ കണ്ടെത്തിയത്. അപ്പോൾ ആ സാമൂതിരിയോടുള്ള ബഹുമാനാർത്ഥം ഗോംബസ് സാമൂരിനോറം എന്നാണ് അതിന് പേര് കൊടുത്തിരിക്കുന്നത് എന്നുള്ളത് ഓർത്ത് വയ്ക്കുക. ഇനി അത് കഴിഞ്ഞിട്ട് മറ്റൊരു പ്രധാനപ്പെട്ട ഒരു പോയിന്റിലോട്ട് വരാം. പരീക്ഷയ്ക്ക് ചോദിക്കാനുള്ള സാധ്യത 101%. സൻസദ് മഹാരത്ന പുരസ്കാരം 2024.
സൻസദ് മഹാരത്ന പുരസ്കാരം 2024. ഇവിടെ സൻസദ് എന്ന് പറയുന്ന വാക്ക് കൂട്ടുകാരൊന്ന് മനസ്സിലാക്കുക. സൻസദ് എന്ന് പറയുന്നത് പാർലമെൻറ്റ് എന്ന് പറയുമല്ലോ. സൻസദ് ഭവൻ എന്ന് പറഞ്ഞാൽ പാർലമെൻറ്റ് മന്ദിരം എന്നാണ്. സൻസദ് എന്നുള്ളത് പാർലമെൻറ്റിൻ്റെ ഹിന്ദി വാക്കാണ്. സൻസദ് മഹാരത്ന പുരസ്കാരം 2024. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഒരു ധാരണയായി. മികച്ച പാർലമെൻറ്റേറിയന് നൽകുന്ന പുരസ്കാരമാണ് ഏത്? സൻസദ് മഹാരത്ന പുരസ്കാരം. സൻസദ് ഫൗണ്ടേഷൻ എന്ന് പറയുന്ന ഒരു സ്ഥാപനമുണ്ട്. APJ അബ്ദുൽ കലാം മുൻകൈ എടുത്ത് ആരംഭിച്ച ഒരു സ്ഥാപനമാണ് സൻസദ് ഫൗണ്ടേഷൻ. അവർ നൽകുന്ന പുരസ്കാരമാണ് ഏത്? സൻസദ് മഹാരത്ന പുരസ്കാരം. ഇത് 2024 പ്രഖ്യാപിച്ചു. 5 വർഷം കൂടുമ്പോഴാണ് ഈ പുരസ്കാരം നൽകുന്നത്. 5 വർഷത്തെ ഒരു ലോക്സഭയെ MP-യുടെ അല്ലെങ്കിൽ പാർലമെൻറ്റ് അംഗത്തിൻ്റെ പ്രവർത്തന മികവിനെ ആധാരമാക്കി നൽകുന്ന പുരസ്കാരമാണ്. അപ്പോൾ ഈ സൻസദ് മഹാരത്ന പുരസ്കാരം 2024 ലഭിച്ചത് ആർക്ക് എന്ന് അറിയാമോ? അത് കൊല്ലം MP-ക്കാണ്. NK പ്രേമചന്ദ്രനാണ്. ആർക്കാണ്? സൻസദ് മഹാരത്ന പുരസ്കാരം 5 കൊല്ലത്തിലൊരിക്കൽ നൽകുന്നു. അത് 2024 പ്രഖ്യാപിച്ചത് ആർക്കാണ് എന്ന് ചോദിച്ചാൽ NK പ്രേമചന്ദ്രനാണ്. അല്ലേ? നമുക്ക് തെറ്റാനുള്ള സാധ്യത ഇല്ല. പക്ഷേ ശശി തരൂർ എന്നുള്ള പേര് കണ്ടാൽ തെറ്റാനുള്ള സാധ്യതയുണ്ട്. അല്ലേ? അപ്പോൾ അത് ഓർത്ത് വയ്ക്കുക. സൻസദ് മഹാരത്ന പുരസ്കാരം NK പ്രേമചന്ദ്രനാണ് കിട്ടിയത്. ഇനി അത് കഴിഞ്ഞിട്ട് വേറൊരു പുരസ്കാരമുണ്ട്. 2023 ലോക് മത് പുരസ്കാരം. 2023 ലോക് മത് പുരസ്കാരം. ഈ ലോക് മത് പുരസ്കാരം എന്താണ്? പാർലമെൻറ്റ് അംഗങ്ങളുടെ പെർഫോമൻസ് നോക്കി നൽകുന്ന പുരസ്കാരമാണ്. പാർലമെൻറ്റ് അംഗങ്ങളുടെ പ്രവർത്തന മികവ് നോക്കി നൽകുന്ന മറ്റൊരു പുരസ്കാരമാണ് ലോക് മത് പുരസ്കാരം. 2023 ലോക് മത് പുരസ്കാരം നേടിയത് ആര് എന്ന് ചോദിച്ചാൽ ഏറ്റവും മികച്ച പാർലമെൻറ്റ് അംഗത്തിനുള്ള 2023 ലോക് മത് പുരസ്കാരം നേടിയത് ആരെന്ന് ചോദിച്ചാൽ അത് ശശി തരൂർ MP-ക്കാണ്. ആർക്കാണ്? ശശി തരൂർ MP-ക്കാണ് 2023 ലോക് മത് പുരസ്കാരം ലഭിച്ചത്. കേട്ടോ? അതും പാർലമെൻറ്റ് അംഗങ്ങളുടെ മികവിന് നൽകുന്ന പുരസ്കാരമാണ്. നമുക്കറിയാം ശശി തരൂർ എന്ന് പറയുന്നത് ലോക്സഭാംഗമാണ്. അതുപോലെ തന്നെ ആരാണ്? NK പ്രേമചന്ദ്രനും ലോക്സഭാംഗമാണ്. ഇവിടെ വേറൊരു ചോദ്യം കൂടിയുണ്ട്. 2023 നവാഗത പാർലമെൻറ്റ് അംഗത്തിനുള്ള ലോക് മത് പുരസ്കാരം ലഭിച്ചത് ആർക്ക്? നവാഗത പാർലമെൻറ്റ് അംഗത്തിനുള്ള, അല്ലേ എന്ന് ചോദിക്കുമ്പോൾ NK പ്രേമചന്ദ്രൻ നവാഗതമല്ല, നേരത്തെയും ഉണ്ടായിരുന്ന ഒരാളാണ്. ശശി തരൂരും ഇത് ഈ പറഞ്ഞ 3ാമത്തെ ടേമിലാണ്. അപ്പോൾ നവാഗത പാർലമെൻറ്റ് അംഗത്തിനുള്ള ഏത് ലോക് മത് പുരസ്കാരം 2023 ലഭിച്ചത് ആർക്കെന്ന് ചോദിച്ചാൽ അത് ജോൺ ബ്രിട്ടാസിനാണ്. ആർക്കാണ്? ജോൺ ബ്രിട്ടാസിനാണ്. നമുക്കറിയാം ജോൺ ബ്രിട്ടാസ് എന്ന് പറയുന്നത് രാജ്യസഭാംഗമാണ്. ജോൺ ബ്രിട്ടാസ് എന്ന് പറയുന്നത് രാജ്യസഭാംഗമാണ്. ശശി തരൂർ ലോക്സഭാംഗമാണ്. അപ്പോൾ അവിടെ ആ വ്യത്യാസങ്ങൾ മനസ്സിലാക്കി വയ്ക്കുക. സൻസദ് ഫൗണ്ടേഷൻ്റെ പുരസ്കാരം ലോക് മത് പുരസ്കാരം ശശി തരൂർ, ജോൺ ബ്രിട്ടാസ്, NK പ്രേമചന്ദ്രൻ. അതിനകത്തുള്ള വ്യത്യാസങ്ങൾ കൂട്ടുകാരൊന്ന് മനസ്സിലാക്കി വയ്ക്കണം. പരീക്ഷയ്ക്ക് ചോദിക്കാൻ കൊള്ളാവുന്ന പോയിന്റാണ്. ഇനി അത് കഴിച്ചിട്ട് ഒരു കടൽ തീരത്തിലോട്ട് വരാം. പാപനാശം കടൽ തീരം, അല്ലേ? വളരെ ഫേമസ് ആണ്. പാപനാശം എന്ന് പറയുന്ന ബീച്ച്, കടൽ തീരം എവിടെയാണെന്ന് കൂട്ടുകാർക്ക് അറിയാം. എവിടെയാണ്? വർക്കലയിലാണ് പാപനാശം, അല്ലേ? ലോകത്തിലെ ഏറ്റവും മനോഹരമായിട്ടുള്ള 100 കടൽ തീരം. ലോകത്തിലെ ഏറ്റവും മനോഹരമായിട്ടുള്ള 100 കടൽ തീരങ്ങളുടെ പട്ടികയിൽ കേരളത്തിൽ നിന്നുള്ള ഒരു കടൽ തീരം സ്ഥാനം പിടിച്ചു. ഏതാണ് ആ കടൽ തീരം എന്ന് ചോദിച്ചാൽ പാപനാശമാണ്. അതുപോലെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കടൽ തീരമാണ് കാപ്പാട്. കാപ്പാട്, കോഴിക്കോടുള്ള കാപ്പാട്. നിങ്ങൾ കാപ്പാട് കടൽ തീരം അവിടെ പോയിട്ടുണ്ടെങ്കിൽ, കാപ്പാട് സന്ദർശിച്ചിട്ടുണ്ടെങ്കിൽ ഒരു കാര്യം മനസ്സിലാവും. വളരെ വൃത്തിയുള്ള കടൽ തീരമാണ്. വളരെ വൃത്തിയുള്ള കടൽ തീരമാണ്. അപ്പോൾ വൃത്തിയുള്ള കടൽ തീരത്തിനുള്ള ബ്ലൂ ഫ്ലാഗ് സർട്ടിഫിക്കേഷൻ, വൃത്തിയുള്ള കടൽ തീരത്തിനുള്ള ബ്ലൂ ഫ്ലാഗ് സർട്ടിഫിക്കേഷൻ ലഭിച്ച കേരളത്തിലെ കടൽ തീരം ഏതെന്ന് ചോദിച്ചാൽ കോഴിക്കോടുള്ള കാപ്പാട് കടൽ തീരമാണ്. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകരുത്. ഏറ്റവും മനോഹരമായിട്ടുള്ള 100 കടൽ തീരം, ലോകത്തിലെ 100 കടൽ തീരങ്ങളിൽ ഇടം പിടിച്ച കേരളത്തിൽ നിന്നുള്ള കടൽ തീരമാണ് പാപനാശം. അതേസമയം ഏറ്റവും വൃത്തിയുള്ള കടൽ തീരങ്ങൾക്ക് നൽകുന്ന ബ്ലൂ ഫ്ലാഗ് സർട്ടിഫിക്കേഷൻ ലഭിച്ച കേരളത്തിലെ കടൽ തീരം ഏതെന്ന് ചോദിച്ചാൽ അത് കാപ്പാടാണ്. ഫെബ്രുവരിയിലെ കറണ്ട് അഫയേഴ്സിനകത്ത് വരുന്നതാണ്.
ഇനി അത് കഴിഞ്ഞിട്ട് ഒരു പദ്ധതിയിലോട്ട് വരാം. സാമൂഹിക സുരക്ഷാ മിഷൻ്റെ ഒരു പദ്ധതി. സാമൂഹിക സുരക്ഷാ മിഷൻ ഈ അടുത്ത കാലത്തായിട്ട് പ്രഖ്യാപിച്ച ഒരു പദ്ധതിയാണ് ഓർമ്മത്തോണി, അല്ലെ? ഓർമ്മത്തോണി. അപ്പോൾ സാമൂഹിക സുരക്ഷാ മിഷൻ്റെ ഒരു പദ്ധതിയാണ് ഏത്? ഓർമ്മത്തോണി, അല്ലെ? ഈ പദ്ധതി ആർക്ക് വേണ്ടിയിട്ടുള്ള പദ്ധതിയാണ്? വയോജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള പദ്ധതിയാണ്. വയോജനങ്ങൾ എന്ന് പറയുമ്പോൾ ഏത് വിധത്തിലുള്ള വയോജനങ്ങൾ? മറവി രോഗബാധിതരായിട്ടുള്ള വയോജനങ്ങൾക്കായിട്ട് കേരള സാമൂഹ്യ സുരക്ഷാ മിഷൻ ഏർപ്പെടുത്തിയിട്ടുള്ള പദ്ധതിയാണ് ഏത്? ഓർമ്മത്തോണി, അല്ലെ? മറവി രോഗബാധിതരായിട്ടുള്ള വയോജനങ്ങൾക്കായിട്ട് കേരള സാമൂഹ്യ സുരക്ഷാ മിഷൻ ഏർപ്പെടുത്തിയിട്ടുള്ള പദ്ധതിയാണ് ഏത്? ഓർമ്മത്തോണി. ശ്രദ്ധിച്ചു വയ്ക്കണം. ഇപ്പോൾ അൾഷിമേഴ്സ് മറവി രോഗമാണ്, മറന്നു പോകുന്ന അവസ്ഥ, ഡിമെൻഷ്യ. ഏതാണ്? ഡിമെൻഷ്യ. മനസ്സിലാക്കി വെക്കുക. അൾഷിമേഴ്സ്, ഡിമെൻഷ്യ പോലുള്ള മറവി രോഗബാധിതരായിട്ടുള്ള വയോജനങ്ങൾക്കായിട്ട് കേരള സാമൂഹ്യ സുരക്ഷാ മിഷൻ ഏർപ്പെടുത്തിയിട്ടുള്ള ഒരു പദ്ധതിയാണ് ഓർമ്മത്തോണി. അപ്പോൾ അത് ഓർത്തു വയ്ക്കുക. ഇനി അത് കഴിഞ്ഞിട്ട് കേരള ബജറ്റ് 2024 ഫെബ്രുവരി മാസം 5-ാം തീയതിയാണ് 2024-25 സാമ്പത്തിക വർഷത്തേക്കുള്ള കേരള ബജറ്റ് കേരള ധനമന്ത്രി അവതരിപ്പിച്ചത്, അല്ലേ? കേരളത്തിൻ്റെ ധനമന്ത്രി ആരും നമുക്കറിയാം, KL ബാലഗോപാൽ എന്നാണ്. എന്താണ് ഇപ്പോഴത്തെ കേരളത്തിലെ ധനമന്ത്രി? അപ്പോൾ കേരള ബജറ്റ് 2024-25 അത് 2024 ഫെബ്രുവരി 5-ന് കേരളത്തിൻ്റെ ധനമന്ത്രി അവതരിപ്പിച്ചു. ആ ധനമന്ത്രി അവതരിപ്പിച്ചപ്പോൾ അവിടെ ശ്രദ്ധിക്കേണ്ട ചില പോയിന്റുകളുണ്ട്. അതിൽ ഈ ധനമന്ത്രിയുടെ ബജറ്റ് പ്രസംഗം, ആ ബജറ്റ് പ്രസംഗത്തിൻ്റെ പുറം ചട്ടയിലുള്ള ഒരു ചിത്രം അതൊരുപാട് ചർച്ച ചെയ്യപ്പെട്ടിരുന്നു. 2024 ബജറ്റ് പ്രസംഗം അവതരിപ്പിച്ചപ്പോൾ ആ ബജറ്റ് പ്രസംഗത്തിൻ്റെ പുറം ചട്ടയിലുള്ള ചിത്രം ഒരുപാട് ശ്രദ്ധിക്കപ്പെട്ടിരുന്നു. അതെന്താണ് എന്ന് ചോദിച്ചാൽ ഭരണഘടനയുടെ ആമുഖത്തിൻ്റെ ചിത്രമാണ് ധനമന്ത്രിയുടെ ബജറ്റ് പ്രസംഗത്തിൻ്റെ പുറം ചട്ടയിൽ ഉണ്ടായിരുന്നത് എന്നൊന്ന് മനസ്സിലാക്കി വയ്ക്കണം. ഇനി ബജറ്റ് അവതരിപ്പിച്ച് അദ്ദേഹം ഉപസംഹരിക്കുമ്പോൾ, അതായത് ബജറ്റ് അവതരിപ്പിച്ച് നിർത്തുമ്പോൾ അദ്ദേഹം ഒരു കവിയുടെ വരികൾ ചൊല്ലി. കേരളത്തിലെ വളരെ പ്രശസ്തനായിട്ടുള്ള കവിയുടെ വരികൾ ചൊല്ലി. ഏത് കവിയുടെ വരികൾ ചൊല്ലിയാണ് അദ്ദേഹം ബജറ്റ് പ്രസംഗം അവസാനിപ്പിച്ചതെന്ന് ചോദിച്ചാൽ ഈ ആരുടെ വരികളാണ്? വള്ളത്തോളിൻ്റെ വരികളാണ്. വള്ളത്തോളിൻ്റെ വരികളാണ്. ഭാരതം എന്ന പേർ കേട്ടാൽ അഭിമാനപൂരിതമാകണം അന്തരംഗം, കേരളമെന്ന് കേട്ടാലോ തിളയ്ക്കണം ചോര നമുക്ക് ഞരമ്പുകളിൽ എന്ന് പറയുന്ന വള്ളത്തോളിൻ്റെ കവിത ചൊല്ലിക്കൊണ്ടാണ് ധനമന്ത്രി ബജറ്റ് പ്രസംഗം അവസാനിപ്പിച്ചത് എന്നൊന്ന് ശ്രദ്ധിച്ചു വച്ചേക്കുക. പ്രസ്താവന രീതിയിൽ ചോദ്യം ചോദിക്കാൻ കൊള്ളാം. ശരി, ഇനി അത് കഴിഞ്ഞിട്ട് വേറൊരു ഭാഗത്തോട്ട് നമുക്ക് വരാം. ഈ ബജറ്റ് പ്രസംഗത്തിൽ അദ്ദേഹം മാറി വരുന്ന കേരളത്തിൻ്റെ സമ്പദ്ഘടനയെ വിശേഷിപ്പിക്കാൻ ഒരു വാക്ക് ഉപയോഗിച്ചിരുന്നു. ഒരുപാട് ചർച്ച ചെയ്യപ്പെട്ട വാക്കാണ്. കേരളത്തിൻ്റെ സമ്പദ്ഘടനയിലെ മാറ്റം, മാറിക്കൊണ്ടിരിക്കുന്ന കേരളത്തിൻ്റെ സമ്പദ്ഘടന, അതിനെ അദ്ദേഹം ഒരു പ്രത്യേക രീതിയിൽ വിശേഷിപ്പിച്ചു. അത് കേരളത്തിൽ ഒരുപാട് ചർച്ച ചെയ്യപ്പെട്ടു. എങ്ങനെയാണ് വിശേഷിപ്പിച്ചത്? സൂര്യോദയ സമ്പദ്ഘടന. കേരളത്തിൻ്റെ സമ്പദ്ഘടനയിൽ വന്നുകൊണ്ടിരിക്കുന്ന മാറ്റം അതിനെ സൂചിപ്പിക്കാൻ ധനമന്ത്രി ഉപയോഗിച്ച വാക്കേതാണ്? സൂര്യോദയ സമ്പദ്ഘടന. ശ്രദ്ധിച്ച് വയ്ക്കുക. ഇനി അത് കഴിഞ്ഞിട്ട് 2024 ബജറ്റിൽ ഒരു പദ്ധതി അവതരിപ്പിച്ചിരുന്നു. ഒരു പദ്ധതിക്ക് വേണ്ടി തുക വകമാറ്റിയിരുന്നു. ആ പദ്ധതിയാണ് ഉന്നതി എന്ന് പറയുന്ന പദ്ധതി. ഉന്നതി എന്ന് പറയുന്ന പദ്ധതി ആർക്ക് വേണ്ടിയിട്ടുള്ള പദ്ധതിയാണ്? പട്ടികവർഗക്കാർക്ക് വേണ്ടിയിട്ടുള്ള പദ്ധതിയാണ്. അഭ്യസ്ത വിദ്യരായിട്ടുള്ള പട്ടികവർഗ വിഭാഗത്തിലെ യുവതീ യുവാക്കളുടെ സ്വയം സംരംഭകത്തിനും അതുപോലെ തന്നെ മറ്റ് പ്രവർത്തനങ്ങൾക്കും ആവശ്യമായിട്ടുള്ള തുക മാറ്റിവെക്കലാണ് ഏതിലൂടെ ഉദ്ദേശിക്കുന്നത്? ഉന്നതി എന്ന് പറയുന്ന പദ്ധതിയിലൂടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ 2024 ബജറ്റിൽ പരാമർശിക്കുന്ന ഉന്നതി പദ്ധതി എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിച്ചാൽ പട്ടികവർഗ വിഭാഗങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. പട്ടികവർഗ വിഭാഗങ്ങളിലെ അഭ്യസ്ത വിദ്യരായിട്ടുള്ള യുവതീ യുവാക്കളുടെ സംരംഭകത്വവും അതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു, തൊഴിൽ നേടലും ആയിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു എന്നുള്ളത് ഓർത്തു വയ്ക്കുക. 2024
2023 കറണ്ട് അഫയേഴ്സ് പഠിച്ചപ്പോൾ നമ്മൾ പറഞ്ഞതാണ്, പട്ടികവർഗക്കാർക്ക് വേണ്ടിയിട്ടുള്ള കേരള സർക്കാരിൻ്റെ ഒരു പദ്ധതി ഉന്നതി, അത് ആര് ഉദ്ഘാടനം ചെയ്തു എന്ന് പറഞ്ഞു? ദ്രൗപദി മുർമു ഉദ്ഘാടനം ചെയ്തു എന്ന് നമ്മൾ പറഞ്ഞിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള എന്താണ് തുകയൊക്കെ വകമാറ്റി വെച്ചിട്ടുണ്ട് ഈ ബജറ്റിൽ. അപ്പോൾ അത് ശ്രദ്ധിക്കുക, ഉന്നതി. ഇനി അത് കഴിഞ്ഞിട്ട് ഈ ബജറ്റിൽ പ്രഖ്യാപിച്ച മറ്റൊരു പദ്ധതിയുണ്ട്, കെ ലിഫ്റ്റ്. ഈ ബജറ്റിൽ പ്രഖ്യാപിച്ച മറ്റൊരു പദ്ധതിയുണ്ട്, കെ ലിഫ്റ്റ്. കെ ലിഫ്റ്റ് പദ്ധതി ആർക്ക് വേണ്ടിയിട്ടാണ് എന്ന് ആദ്യം മനസ്സിലാക്കുക. കേരളത്തിലെ കുടുംബശ്രീ അംഗങ്ങൾക്ക് വേണ്ടിയിട്ട് ബജറ്റിൽ പ്രഖ്യാപിച്ച പദ്ധതിയാണ് കെ ലിഫ്റ്റ്. അവർക്ക് നല്ല വരുമാനവും അതുപോലെ തന്നെ ജീവിത നിലവാരവും ഉണ്ടാക്കിയെടുക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി പ്രഖ്യാപിച്ച പദ്ധതിയാണ് ഏത്? കെ ലിഫ്റ്റ്, അല്ലേ? അപ്പോൾ കെ ലിഫ്റ്റ് എന്ന് പറയുന്ന പദ്ധതി ആർക്ക് വേണ്ടിയിട്ടാണ്? അത് കുടുംബശ്രീ അംഗങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. കുടുംബശ്രീ അംഗങ്ങളുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്തുക, അവർക്ക് വരുമാനം ഉണ്ടാക്കി എടുക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി ബജറ്റിൽ പ്രഖ്യാപിച്ച പദ്ധതി ഏത് എന്ന് ചോദിച്ചാൽ അത് കെ ലിഫ്റ്റ് ആണ്. ഇനി അത് കഴിഞ്ഞിട്ട് ഈ ബജറ്റിൽ പ്രഖ്യാപിച്ച മറ്റൊരു പദ്ധതിയുണ്ട്, അല്ലെങ്കിൽ ഒരു പരിപാടിയുണ്ട്, ആംനെസ്റ്റി 2024. ആംനെസ്റ്റി 2024 എന്താണ്? ആംനെസ്റ്റി 2024 എന്ന് ചോദിച്ചാൽ, ആംനെസ്റ്റി എന്ന് പറഞ്ഞ വാക്കിൻ്റെ അർത്ഥം എന്താണ്? പൊതുമാപ്പ്. ആംനെസ്റ്റി എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം എന്തെന്ന് ഒരു പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. പൊതുമാപ്പ്. അങ്ങനെ ഒരു സംഘടന തന്നെയുണ്ട്, ആംനെസ്റ്റി ഇന്റർനാഷണൽ, അല്ലേ? ഇപ്പോൾ നമ്മുടെ ബജറ്റിൽ, കേരള ബജറ്റ് 2024 പ്രഖ്യാപിച്ച ഒരു പരിപാടിയാണ് ആംനെസ്റ്റി 2024. ഇതെന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിച്ചാൽ, നമുക്കറിയാം ഇപ്പോൾ ഉള്ളത് കേന്ദ്രത്തിലും സംസ്ഥാനങ്ങളിലുമായിട്ട് ഒരു രാജ്യം ഒരൊറ്റ നികുതി എന്നുള്ള രീതിയിൽ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത് ഏതാണ്? GST ആണ്, അല്ലേ? ചരക്ക് സേവന നികുതി, അല്ലേ? ചരക്ക് സേവന നികുതി. പണ്ട് വാറ്റായിരുന്നു, സംസ്ഥാനങ്ങളിലൊക്കെ വാറ്റ് എന്ന് പറയുന്ന നികുതി ഉണ്ടായിരുന്നു. ആ നികുതി ഉണ്ടായിരുന്ന സമയത്ത് ഒരുപാട് പേര് നികുതി കുടിശ്ശിക വരുത്തിയിരുന്നു. ഇപ്പോഴും നികുതി ഒരുപാട് പേര് അടയ്ക്കാനുണ്ട്. അപ്പോൾ ആംനെസ്റ്റി 2024 കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, കുടിശ്ശിക തീർപ്പാക്കൽ പദ്ധതിയാണ്. അപ്പോൾ വ്യാപാരമൊക്കെ നടത്തുന്ന ആൾക്കാർ ഒരുപാട് കുടിശ്ശിക ഉണ്ടാക്കിയിട്ടുണ്ട് നികുതി അടയ്ക്കുന്നതിൽ. അപ്പോൾ ആ കുടിശ്ശിക തീർപ്പാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കേരള സർക്കാർ ബജറ്റിൽ പ്രഖ്യാപിച്ച പദ്ധതിയാണ് ആംനെസ്റ്റി 2024. ഇനി അത് കഴിഞ്ഞിട്ട് ഈ ബജറ്റിൽ പ്രഖ്യാപിച്ച മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്, കേരളത്തെ നിർമ്മിത ബുദ്ധി കേന്ദ്രമാക്കി വികസിപ്പിക്കുക. കേരളത്തെ നിർമ്മിത ബുദ്ധി കേന്ദ്രമാക്കി വികസിപ്പിക്കുക, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്. അതുമായി ബന്ധപ്പെട്ട് നിർമ്മിത ബുദ്ധി കേന്ദ്രമായിട്ട് കേരളത്തെ വികസിപ്പിക്കാനും എന്ത് ചെയ്യുന്നുണ്ട്? ഈ പറഞ്ഞ ബജറ്റിൽ പദ്ധതികൾ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ട് ശുപാർശ ചെയ്തിട്ടുണ്ട്. അതുമായിട്ട്, അതായത് നിർമ്മിത ബുദ്ധി കേന്ദ്രമായിട്ട് കേരളത്തെ വളർത്തിയെടുക്കുന്നതിനായിട്ട് ഒരു വലിയ കമ്പനിയുമായിട്ട് കേരള സർക്കാർ സഹകരിക്കുന്നുണ്ട്. ഏതാണ് കമ്പനി എന്നും പരീക്ഷയ്ക്ക് ചോദിക്കാൻ കൊള്ളാം. IBM. ഏതാണ്? IBM. അപ്പോൾ കേരളത്തെ നിർമ്മിതി ബുദ്ധി കേന്ദ്രമാക്കി വികസിപ്പിക്കുന്നതിന് ഏത് കമ്പനിയുടെ സഹായമാണ് കേരളം സ്വീകരിക്കുന്നത് എന്ന് ചോദിച്ചാൽ IBM എന്ന് പറയണം. നല്ലൊരു ചോദ്യമാണ്. ഇനി അത് കഴിഞ്ഞിട്ട് കേരള ബജറ്റ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, വരാൻ പോകുന്ന സാമ്പത്തിക വർഷത്തിലെ ചെലവ് അതുപോലെ തന്നെ വരവ്, അല്ലേ? അതെത്രയാണ് എന്ന് നിർണ്ണയിക്കുന്നതാണ് ഏത്? അതാത് വർഷത്തെ ബജറ്റ്, അല്ലേ? വരവെത്ര, ചെലവെത്ര. അവിടെ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, അടുത്ത സാമ്പത്തിക വർഷം, അതായത് 2024-2025 സാമ്പത്തിക വർഷത്തിൽ കേരള സർക്കാർ കൂടുതൽ വരുമാനം പ്രതീക്ഷിക്കുന്നത് ഏത് മേഖലയിൽ നിന്നാണ് എന്ന് പരീക്ഷയ്ക്ക് ചോദിക്കും. അപ്പോൾ അതിൻ്റെ അകത്ത് ചോയ്സിനകത്ത് വായ്പ എന്ന് കാണും, നികുതി ഇതര വരുമാനം, അങ്ങനെ പല രീതിയിൽ തന്നേക്കും. 2024-2025 സാമ്പത്തിക വർഷത്തിൽ കേരള സർക്കാർ ഏറ്റവും കൂടുതൽ വരുമാനം പ്രതീക്ഷിക്കുന്നത് ഏത് മേഖലയിൽ നിന്നാണ് എന്ന് ചോദിച്ചാൽ തനത് നികുതികളിൽ നിന്നാണ്. ഏതിൽ നിന്നാണ്? തനത് നികുതികൾ, സാധാരണ നികുതികളിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ വരുമാനം പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ ചെലവോ, ഏറ്റവും കൂടുതൽ ചെലവുണ്ടാകാൻ പോകുന്നത് ഏത് മേഖലയിലാണ് എന്ന് ചോദിച്ചാൽ പലിശ കൊടുക്കുന്നതിനാണ്, പെൻഷൻ കൊടുക്കുന്നതിനാണ്, പിന്നെ സർക്കാരിൻ്റെ പൊതു ചെലവ്, പലിശ, പെൻഷൻ, പൊതു ചെലവ്, ഇതിലോട്ടാണ് ഏറ്റവും കൂടുതൽ എന്തുണ്ടാവാൻ
പോകുന്നത്? ചെലവുണ്ടാകാൻ പോകുന്നത്. അപ്പോൾ ഏറ്റവും കൂടുതൽ ചെലവുണ്ടാകാൻ പോകുന്നത് പലിശ, പെൻഷൻ, പൊതുചെലവ്. ഈ പൊതുചെലവ് എന്ന് പറയുമ്പോൾ സർക്കാരിൻ്റെ ദൈനംദിന ചെലവുകളുണ്ട്. അതുമായി ബന്ധപ്പെട്ട് തന്നെ സർക്കാർ ഉദ്യോഗസ്ഥരുടെ ശമ്പളമൊക്കെ വരുന്നത് ഇതിനകത്താണ്, പൊതുചെലവിനകത്താണ്. പിന്നെ നേരത്തെ കൊടുക്കാനുള്ളത് പെൻഷൻ കൊടുക്കണം. പിന്നെ അത് കഴിഞ്ഞിട്ട് വായ്പ എടുത്തുള്ളതിന് എന്ത് എടുക്കണം? പലിശ കൊടുക്കണം. അപ്പോൾ അതാണ് ഏറ്റവും വലിയ ചെലവ്. ഏറ്റവും വലിയ വരുമാന സ്രോതസ് ഏതാണ്? തനത് നികുതിയാണ്. അപ്പോൾ കേരള ബജറ്റുമായി ബന്ധപ്പെട്ട് കുറച്ച് പോയിന്റുകൾ പറഞ്ഞു. അത് സസൂക്ഷ്മം എന്ത് ചെയ്യുക? പഠിച്ചു വയ്ക്കുക. ഇന്നത്തെ ക്ലാസ്സിനകത്ത് പറഞ്ഞ പോയിന്റുകളെല്ലാം വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ 2024 ഫെബ്രുവരി മാസത്തിലെ കറണ്ട് അഫയേഴ്സാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാനായിട്ട് തുടങ്ങിയത്. ഇത് പൂർണ്ണമല്ല, കുറച്ചുകൂടി കാര്യങ്ങൾ ഇതിനകത്ത് ഉൾക്കൊള്ളിച്ച് പറയാനുണ്ട്. അത് വളരെ പെട്ടെന്ന് തന്നെ ആ ക്ലാസ് എന്ത് ചെയ്യാം? അപ്ലോഡ് ചെയ്യാം. അപ്പോൾ ഈ ക്ലാസ് ഇവിടെ അവസാനിക്കുന്നു. എല്ലാവർക്കും നല്ലത് വരട്ടെ. നന്ദി.